നമ്മുടെ ഇടയിലുള്ള ചില പ്രത്യേകതരം ആളുകളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്ക് ഒരുപാട് സമയമുള്ളതുപോലെ തോന്നും, എന്നാൽ അവർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിൽ ചില ടൈപ്പ് ഓഫ് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുകയും മറ്റു ചില വിഭാഗം ആളുകൾ രാത്രി 9 മണി വരെ ജോലി ചെയ്താലും തീരില്ല, വീട്ടിൽ പോയാലും തീരില്ല, ലേറ്റ് നൈറ്റൊക്കെ തന്നെ പണിസ്ഥലത്ത് നിൽക്കേണ്ടി വരുന്ന അവസ്ഥയൊക്കെ കാണാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ചില പർട്ടിക്കുലർ ആളുകൾക്ക് മാത്രം കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകുന്നത്? അവർക്ക് എന്തെങ്കിലും ഒരു ട്രിക്ക് അറിയാമോ, ടെക്നിക്ക് അറിയാമോ? ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളൊക്കെ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന വലിയ നുണകളിലൊന്നാണ് ഇൻപുട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് എന്ന് പറയുന്ന കാര്യം. അതായത് നമ്മൾ 10 യൂണിറ്റ് കഷ്ടപ്പെട്ടാൽ നമുക്ക് 10 യൂണിറ്റ് റിസൾട്ട് കിട്ടും എന്നൊരു ധാരണയുണ്ട്. ലോകം ഭയങ്കര ഫെയർ ആണ്, നമ്മൾ എത്ര അധ്വാനിക്കുന്നുവോ അത്രയും നേട്ടമാണ് നമുക്ക് ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് കേൾക്കാൻ നല്ല രസമാണ്. എന്നാൽ നേച്ചറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ്സുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊന്നും ഈ ഒരു ഇക്വാളിറ്റി അല്ലെങ്കിൽ കാര്യങ്ങൾ ലീനിയർ ആയിട്ടല്ല നടക്കുന്നത് എന്ന് കാണാം. നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് വളരെയധികം അസമത്വം നിറഞ്ഞതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ പ്രൊഡക്ടിവിറ്റി ഹാക്ക് എന്ന് വിളിച്ച് തള്ളിക്കളയുന്ന ചില കാര്യങ്ങൾക്ക് പ്രസക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഹാക്കല്ല, നമ്മുടെ ചുറ്റുപാടുമുള്ള പല സിസ്റ്റങ്ങളിലും പല സംവിധാനങ്ങളിലും കണ്ടുവരുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ പാറ്റേൺ ആണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. 1896 വിൽഫ്രെഡോ പരേറ്റോ എന്നൊരു ഇറ്റാലിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ തൻ്റെ ഗാർഡനിൽ പോകുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ തോട്ടത്തിൽ വെറും 20% പയർ ചെടികളിൽ നിന്നാണ് 80% നല്ല പയറുകളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. സാമ്പത്തിക ശാസ്ത്രജ്ഞനായതുകൊണ്ടും ഡാറ്റ പ്രേമി ആയതുകൊണ്ടും അദ്ദേഹം കൂടുതൽ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യമാണ്. ഇറ്റലിയിൽ തന്നെ ഏകദേശം ഒരു 80% ഭൂമിയും കൈവശം വച്ചിരിക്കുന്നത് വെറും 20% ജനങ്ങളാണ്, സാമ്പത്തികമായിട്ട് നോക്കിയാൽ. ഈ പയർ ചെടിയുടെ കഥ കാലക്രമേണ കുറച്ച് മാറ്റങ്ങൾ വന്ന് പറഞ്ഞു വരുന്നതാണെങ്കിലും ഞാൻ ഈ പറയുന്ന കണക്കിൽ ഏറെക്കുറെ ചില സ്റ്റാറ്റിസ്റ്റിക്കൽ സത്യങ്ങളുണ്ട്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ജോസഫ് ജുറാൻ എന്ന് പറയുന്ന ക്വാളിറ്റി മാനേജ്മെൻറ്റ് വിദഗ്ധൻ ഈ ഒരു ഐഡിയയെ ഫാക്ടറിയിൽ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ പരീക്ഷിച്ചപ്പോൾ അദ്ദേഹം കണ്ടത് ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന 80% കംപ്ലൈൻറ്റുകളും വരുന്നത് വെറും 20% കാരണങ്ങൾ കൊണ്ടാണ്. അദ്ദേഹം ഇതിനെ ദ ലോ ഓഫ് ദ വൈറ്റൽ ഫ്യൂ എന്ന് വിളിച്ചു. ഇതിനെയാണ് ഇന്ന് നമ്മൾ പെരേറ്റോ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ 80/20 റൂൾ എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, കറക്റ്റ് 80 അതൊരു തെറ്റല്ലേ? കൃത്യമായിട്ട് നമുക്ക് 80-20 എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് എടുത്തു പറയുന്നു, ഇത് യൂണിവേഴ്സൽ നിയമമല്ല. പക്ഷേ എവിടെയും ഇത് കൃത്യമായിട്ട് 80-20 അല്ലെങ്കിലും ചില സ്ഥലങ്ങളിൽ 70-30 ആകാം, അല്ലെങ്കിൽ 90-10 ആകാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യം ഇതാണ്: ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സംഭവിക്കുന്നത് ഒരുപോലെ അല്ല, അതിൻ്റെ റിസൾട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഒരുപോലെ അല്ല. ചില ചെറിയ കാര്യങ്ങളാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോദ്യം ഇതാണ്: നമുക്കിത് സ്വന്തം ജീവിതത്തിൽ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ പറ്റുമോ? തിരക്കുള്ളവരാകാതെ എങ്ങനെ എഫിഷ്യൻസി ഉള്ളവരായി മാറാം? എന്തുകൊണ്ടാണ് ബാക്കിയുള്ളവരെ പോലെ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ കുറച്ച് കാര്യം ചെയ്ത് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയാത്തത് എന്നതിനെക്കുറിച്ച് ഒരു ചിന്ത നടത്തി കഴിഞ്ഞാൽ ഒരു ഗുണവും തരാത്ത കാര്യങ്ങളിൽ നമ്മൾ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിൻ്റെ പിന്നിൽ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ചതിക്കുഴിയുണ്ട്. അതിനെയാണ് കംപ്ലീഷൻ ബയാസ് എന്ന് പറയുന്നത്. നമ്മുടെ തലച്ചോറിന് ഒരു കാര്യം തീർത്തു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ ഒരു ലിസ്റ്റിലെ ചെറിയൊരു കാര്യം വെട്ടിക്കളഞ്ഞു, അല്ലെങ്കിൽ അത് പൂർത്തിയാക്കി ടു ഡു ലിസ്റ്റ് വെട്ടിക്കളഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ തലച്ചോറിൽ ഡോപ്പമിൻ റിലീസാവും. പക്ഷേ ഇതൊരു ചതിയാണ്. 5 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന വളരെ ചെറിയൊരു പണിയായിരിക്കും. അതായത് ഇമെയിലുകൾക്ക് റിപ്ലൈ കൊടുക്കുക, കുറേ റിക്വസ്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക. പക്ഷേ ഇവയുടെ എണ്ണം കണ്ട് ജോലി ചെറുതാണെങ്കിലും ചെയ്തു തീർക്കുമ്പോൾ നമ്മൾ സ്വയം വിചാരിക്കും നമ്മൾ വലിയ പുലിയാണെന്ന്. അങ്ങനെ നമ്മൾ ആ ഒരു തിരക്കിൻ്റെ അടിമയായിട്ട് മാറും. എൻ്റെ പേഴ്സണൽ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഒരു ദിവസം 3-4 വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ചൊക്കെ ഷെഡ്യൂൾ ചെയ്ത് സ്ക്രിപ്റ്റ് എല്ലാം പക്കയാക്കി പഠിച്ച് കുളിച്ചൊരുങ്ങി ഡ്രസ്സിട്ട് വന്നിരുന്നിട്ട് ആ ഒരു 3 വീഡിയോ കണ്ടിന്യൂസ്ലി ചെയ്ത് തീർക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ഉച്ച എടുത്ത് ചെയ്ത് തീർത്തു. അപ്പം ഞാൻ വിചാരിക്കും ഞാൻ ഭയങ്കര സംഭവമാണെന്ന്. അതോടുകൂടി ഞാൻ വലിയ തിരക്കുള്ള ഒരാളാണ് എന്ന് എനിക്ക് തോന്നും. കഴിഞ്ഞ ദിവസം ഒരു ദിവസം മുഴുവൻ ഒന്നും ചെയ്യാതിരുന്നത് ഞാൻ ഭയങ്കര തിരക്കാണ്, എനിക്കൊന്നും ചെയ്തു തീർക്കാൻ പറ്റില്ല എന്നുള്ള തോന്നലാണ്. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ അന്വേഷിക്കുമ്പോഴാണ് ഈ വിഷയത്തിലേക്ക് എത്തുന്നത്. അതായത് ഈ തിരക്കെന്ന് പറയുന്ന കാര്യം കൊണ്ട് ഒരു കാര്യമില്ല. 2018 ഇതിനെപ്പറ്റി ഒരു പഠനം നടന്നിരുന്നു. അതിനെയാണ് മിയർ അർജൻസി എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് വലിയ ലാഭമുള്ള എന്നാൽ പതുക്കെ ചെയ്താൽ മതി എന്നുള്ള ലോങ് ലാസ്റ്റിംഗ് കാര്യങ്ങളെക്കാൾ, അല്ലെങ്കിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകളേക്കാൾ ചെറിയ ലാഭമുള്ള പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന, ഇപ്പോൾ തന്നെ ചെയ്തു തീർക്കാം എന്ന് തോന്നിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് മെജോറിറ്റി ആളുകൾക്കും താല്പര്യം. ഉദാഹരണത്തിന്, നിങ്ങളൊരു വീഡിയോ എഡിറ്ററാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ജോബല്ല. അതായത് നിങ്ങൾക്ക് വർക്ക് കിട്ടുന്നു, നിങ്ങൾ ചെയ്യുന്നു, നിങ്ങൾക്ക് പണം കിട്ടുന്നു. അപ്പോൾ ഒരു റീൽസോ ഷോർട്സോ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ അതിന് നല്ല പേയ്മെൻറ്റ് കിട്ടും, നിങ്ങൾ ചെയ്തു കൊടുക്കും. സോ അങ്ങനെയുള്ള ഷോർട്സ് എടുത്ത് ചെയ്യാനായിരിക്കും കൂടുതൽ വീഡിയോ എഡിറ്റേഴ്സിനും താല്പര്യം.
അപ്പോൾ ഞാൻ ഈ വീഡിയോ എഡിറ്റേഴ്സിനെ ഹയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പല കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ബിസിനസ് മാനേജ്മെൻറ്റുകൾക്കും മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്കും കണ്ടന്റുകൾ മാസം മുഴുവൻ എല്ലാ ദിവസവും തരാൻ പറ്റുന്ന രീതിയിൽ വർക്കുണ്ടാവും. ഒരു കണ്ടന്റ് ഒരു 3-4 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കാവുന്ന രീതിയിലെടുത്താൽ ഒരു മാസം 10, 12, 15 വർക്കുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വീഡിയോ എഡിറ്റർ ആത്മാർത്ഥമായിട്ട് ആ ഒരു വീഡിയോ എഡിറ്റിംഗ് ജോലി ഏറ്റെടുക്കുകയാണ്. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ AI ഒക്കെ പഠിച്ചിട്ട് വീഡിയോ എഡിറ്റിംഗ് ഏറ്റെടുക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർക്ക് കുറേ കാലം നല്ല വർക്ക് കണ്ടിന്യൂസ്ലി കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ പെർ വർക്കിന് ഷോർട്സ് എഡിറ്റ് ചെയ്യുന്നതിൻ്റെ അത്ര പണം കിട്ടണമെന്നില്ല. സോ പലരും കാണുന്നത് അല്ലെങ്കിൽ ഇതിനെ എടുക്കുന്നത് ഓക്കെ എനിക്ക് ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്ത് അതിന് കിട്ടുന്ന ടെമ്പററി സാറ്റിസ്ഫാക്ഷൻ കൊണ്ട് ഇനി ജീവിച്ചിട്ട് പിന്നീട് അടുത്ത പണത്തിൻ്റെ ആവശ്യം വരുമ്പോൾ അടുത്ത വർക്കിന് പോകാമെന്നുള്ളതാണ്. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യമായിട്ട് പറഞ്ഞതാണ്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കൺമുന്നിൽ ഒരു ക്ലോക്ക് ഇങ്ങനെ ടിക് ടിക് അടിക്കുമ്പോൾ നമ്മൾ വലിയ വലിയ ലക്ഷ്യങ്ങൾ മറന്നു പോകുന്നു എന്നുള്ള പ്രശ്നമാണ് ഇവിടെ വരുന്നത്. പക്ഷേ ഇവിടെയാണ് പ്രൊഡക്ടിവിറ്റി ഗുരുക്കന്മാർക്ക് തെറ്റുന്നത്. ഞാൻ സ്വയം ഒരു പ്രൊഡക്ടിവിറ്റി ഗുരുവാണെന്ന് പറയുന്നില്ല. ഞാനതിന് പ്രൊഡക്ടിവിറ്റിയെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നിട്ട് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ സാധാരണ പ്രൊഡക്ടിവിറ്റി ഗുരുക്കൾ പറയുന്നത് ആവശ്യമില്ലാത്ത ഈ 80% അങ്ങോട്ട് വെട്ടിക്കളയുന്നതാണ്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ 100 കാര്യങ്ങൾ ചെയ്യുന്നു, 20 കാര്യങ്ങളാണ് നിങ്ങൾക്ക് റിസൾട്ട് തരുന്നത്. ഈ 80 കാര്യം കൊണ്ട് വലിയ ഗുണമൊന്നുമില്ലെങ്കിൽ അതിനെയും കട്ട് ചെയ്ത് കളാം. പക്ഷേ അതത്ര എളുപ്പമല്ല, അത് പ്രായോഗികവുമല്ല. ജീവിതത്തിൽ വലിയൊരു പാരഡോക്സ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു അത്ലറ്റിൻ്റെ കാര്യമാണ്. അയാൾ ഒരു കളി ജയിക്കുന്നത് അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ ജയിക്കുന്നത് 2 മണിക്കൂർ കൊണ്ടൊക്കെ ആയിരിക്കാം. അതാണ് അയാളുടെ 20%. പക്ഷേ ആ 20% റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ അയാൾ ബാക്കി 80% ബാക്ക്ഗ്രൗണ്ടിൽ സൈലൻ്റ് ആയിട്ട് കഷ്ടപ്പെടണം. ആരും കാണാത്ത ട്രെയിനിങ്, കട്ടിയായ ഡയറ്റ്, ഉറക്കം, യാത്രകൾ, ഇതൊന്നും മറ്റാരും അപ്രീഷിയേറ്റ് ചെയ്യില്ല. പക്ഷേ ഇതൊന്നുമില്ലാതെ അയാൾക്ക് ആ 20% വിജയം കണ്ടെത്താൻ പറ്റില്ലായിരുന്നു. ഒരു മരത്തിൻ്റെ വേരുകൾ പോലെയാണ്. പഴങ്ങൾ മാത്രമേ നമ്മൾ കാണൂ. ഒരു മരം നിറച്ച് മാങ്ങ കാച്ചു നിന്നാൽ നമ്മൾ ആ മാവ് സൂപ്പറാണെന്ന് പറയും. പക്ഷേ ആ മാവിൻ്റെ മണ്ണിനടിയിൽ ഒരുപാട് വേരുകൾ ഇങ്ങനെ പടർന്ന് പിടിച്ച് മാക്സിമം ന്യൂട്രിയൻസൊക്കെ ചുറ്റുപാട് നിന്ന് കണ്ടുപിടിച്ച് എത്തിച്ചാണ് അതങ്ങനെ കാച്ചു കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മരത്തിൻ്റെ 20% റിസൾട്ട് കാണുമ്പോൾ അതിൻ്റെ കഷ്ടപ്പാടിൻ്റെ 80% വേരുകളെ നമ്മൾ കാണാറില്ല. അതുകൊണ്ട് തന്നെ ഈ 80% എന്ന് പറയുന്നത് വെറുതെ വെട്ടിക്കളയുന്ന അല്ലെങ്കിൽ വെട്ടിക്കളയേണ്ട ഒരു സാധനമല്ല. പകരം ലെവറേജ് പോയിന്റുകളായിട്ട് അതിനെ ട്രാൻസ്ഫോം ചെയ്യുകയാണ് വേണ്ടത്. ഉദാഹരണത്തിന് നമ്മൾ തോലകം എന്ന് കേട്ടിട്ടില്ലേ, അല്ലെങ്കിൽ ലിവർ. ഇതുപയോഗിച്ച് ചെറിയ ബലം കൊണ്ട് വലിയ കല്ലുകളെ മാറ്റാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ലിവറേജ് ടാസ്കുകൾ നമ്മൾ കണ്ടെത്തണം. ബിസിനസ്സിലാണെങ്കിൽ നമ്മുടെ ടൈം കളയുന്നവരെയല്ല, ശരിക്കുള്ള വളർച്ച തരുന്ന കസ്റ്റമേഴ്സിനെ തിരിച്ചറിയണം. ബന്ധങ്ങളിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും സന്തോഷം തരുന്ന ആ ഒരു 20% ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യണം. പഠനത്തിലാണെങ്കിൽ ഒരു വിഷയത്തിൻ്റെ കാതലായ 20% പഠിച്ചു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ 80% നമുക്ക് മനസ്സിലാകുമെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് ഒരു ചാപ്റ്റർ മൊത്തം കുത്തിയിരുന്ന് പഠിക്കുന്നതിനേക്കാൾ റിസൾട്ട് ഉണ്ടാവുക ആ ചാപ്റ്ററിൻ്റെ പിന്നിലെ യഥാർത്ഥ ഫണ്ടമെൻറ്റൽസ് മനസ്സിലാക്കി ആ 20% ഫണ്ടമെൻറ്റൽസിൽ നിന്ന് 80% പ്രോബ്ലങ്ങളെ നമ്മൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. ഇനിയിപ്പോൾ നമുക്ക് നല്ല ബേസിക്സ് ഉണ്ടെങ്കിൽ പലപ്പോഴും പല ചാപ്റ്ററുകളിലും ഒരുപാട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ നമുക്ക് തന്നെ സാധിക്കും. ഇന്നത്തെ കാലത്ത് ഈ ഒരു സംഭവത്തിന് പണ്ടത്തേക്കാൾ പ്രാധാന്യമുണ്ട്, ചലഞ്ചസും ഉണ്ട്. അതുകൊണ്ട് ഞാനിതിനെ ഡിജിറ്റൽ നോയിസ് ട്രാപ്പ് എന്ന് പറയും. നമ്മുടെ ഫോണിലെ ആപ്പുകൾ നമ്മളെ സഹായിക്കാനല്ല, നമ്മുടെ അറ്റൻഷൻ പിടിച്ചു വാങ്ങാനാണ് സാധാരണ ഉണ്ടാക്കിയിരിക്കുന്നത്. പല വീഡിയോയിലും ഞാൻ മെൻഷൻ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ വൈറ്റൽ ഫ്യൂ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതാണ് എന്ന് പ്രയോറിറ്റൈസ് ചെയ്ത് ഡിസൈഡ് ചെയ്തില്ലെങ്കിൽ ഈ ലോകം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ തീരുമാനങ്ങളെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങും. സോ നിങ്ങളെപ്പോഴും ഡിസ്ട്രാക്റ്റഡ് ആക്കി വെക്കുക എന്നുള്ളതാണ് ഈ ലോകത്തെ സിസ്റ്റത്തിൻ്റെ ലക്ഷ്യം. അറ്റൻഷൻ ഈസ് ദ മണി. ഇപ്പോൾ ഏറ്റവും വലിയ പണം എന്ന് പറയുന്നത് അറ്റൻഷനാണ്. അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യാം. ഞാൻ ഇത് നോക്കിയപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം എപ്പോഴും പ്ലാൻ ഇല്ലാത്ത ഒരാൾക്ക് സാധനങ്ങൾ വിൽക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളില്ലാത്ത ചോയ്സുകൾ എടുക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരാൾ ഉണ്ടെങ്കിൽ ഇന്നത്തെ സോഷ്യൽ മീഡിയ വേൾഡിന് അയാളെ അധികം ഫോഴ്സ് ചെയ്യാതെ സാധനങ്ങൾ വാങ്ങിപ്പിക്കാനും എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ മാറ്റിയെടുക്കും? ഇതൊരു കടുത്ത ഓഡിറ്റിങ്ങിലൂടെ മാത്രമേ നടക്കൂ. നമ്മുടെ ഒരു മാസത്തെ കാര്യങ്ങളെ എടുത്തിങ്ങനെ വച്ച് ജേണൽ ചെയ്യണം. എന്നിട്ട് സ്വയം ചോദിക്കുക, ഈ ചെയ്ത കാര്യങ്ങളിൽ വെറും 2 കാര്യങ്ങൾ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റൂ എങ്കിൽ എൻ്റെ ജീവിതത്തെ മാറ്റാൻ കഴിയുന്ന ആ 2 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ബഹളങ്ങൾ മാത്രമായിരുന്നു എന്ന് നിങ്ങൾക്ക് അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ മനസ്സിലാവും. ഇവിടെയാണ് നോ പറയാനുള്ള ധൈര്യം നമുക്ക് വേണ്ടത്. സ്റ്റീവ് ജോബ്സ് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ആപ്പിൾ എന്താണെന്ന് തീരുമാനിച്ചത് അവർ ചെയ്ത കാര്യങ്ങൾ കൊണ്ടല്ല, അവർ ചെയ്യാതിരുന്ന കാര്യങ്ങൾ കൊണ്ടാണ്. കാര്യങ്ങൾ നന്നായി ചെയ്യുന്നതിലല്ല, ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയാണ് വിജയം ഉണ്ടാവുക. ആ ശരിയായ 20% ഫോക്കസ് ചെയ്യാനും കണ്ടെത്താനും വേണ്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഓരോ ദിവസവും 1% വീതം അതിൽ ഇമ്പ്രൂവ് ചെയ്താൽ അത് കൂടിച്ചേർന്ന കോമ്പൗണ്ട് ഇഫക്റ്റ് കാരണം വലിയൊരു റിസൾട്ട് നമുക്കുണ്ടാവും. എൻ്റെ ലൈഫിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വ്യക്തമാണ്. ഞാൻ ഈ ഫീൽഡിൽ തുടങ്ങിയ സമയത്ത് ഞാൻ എല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്ന ഒരു നിർബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ്.
എല്ലാ സോഷ്യൽ മീഡിയയിലും ഉണ്ടാവണം. യൂട്യൂബിലിടുന്ന കണ്ടൻറ്റ് ഫേസ്ബുക്കിലിടണം, ഇൻസ്റ്റാഗ്രാമിലിടണം, പോഡ്കാസ്റ്റിലിടണം, ടെലിഗ്രാമിലിടണം, വാട്സപ്പിലിടണം, അന്ന് ടിക്ടോക്ക് ഉള്ളപ്പോൾ അതിലിടണം. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളിലും എനിക്ക് അറ്റൻഷൻ കിട്ടാതെ വരും. മാത്രമല്ല എഡിറ്റിങ്ങിലെ എല്ലാ പുതിയ വിദ്യകളും സ്വന്തമായിട്ട് പഠിക്കണം, എല്ലാ മീറ്റിങ്ങിലും നേരിട്ട് പോകണം. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി, വളർച്ച ഒരിടത്ത് ഇടിച്ചു നിന്നു. അപ്പോഴാണ് ഞാൻ ചോദിച്ചത്, സത്യത്തിൽ എൻ്റെ ലെവറേജ് പോയിൻ്റ് എന്താണ്? അത് കമ്മ്യൂണിക്കേഷനാണ്. കാര്യങ്ങൾ വായിച്ച് പഠിച്ച് നന്നായിട്ട് സംസാരിക്കുക, അനലൈസ് ചെയ്തിട്ട് ആ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുക. അങ്ങനെ ഞാനൊരു ടെക്നിക്കൽ പേഴ്സൺ ആവാൻ ശ്രമിക്കാതെ വീഡിയോ എഡിറ്റിങ്ങിൻ്റെ ബേസിക്സ് കൃത്യമായിട്ട് ഒരു അത്യാവശ്യം വന്നാൽ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ എഡിറ്റിംഗ് പഠിച്ചു വെച്ചു. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ ഒരു ഫണ്ടമെൻ്റൽ മാത്രം പഠിച്ചു വെച്ചിട്ട് ഞാനൊരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആകാൻ വേണ്ടി ശ്രമിച്ച നിമിഷം മുതലാണ് എനിക്കെൻ്റെ വളർച്ച ഫോക്കസ് ചെയ്യാൻ പറ്റിയത്. ഇത് ഒരു കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന മുക്കുവനെ പോലെയാണ്. അയാൾ 20 മണിക്കൂർ നേരം കടലിൽ ഇറങ്ങി എങ്ങോട്ടെങ്കിലും എറിഞ്ഞ് മീൻ കിട്ടുമെന്ന് വിചാരിച്ച് അവിടെ ഇരിക്കും. ഒരു മീൻ പോലും അങ്ങനെ എറിഞ്ഞാൽ കിട്ടില്ല. എന്നാൽ മറ്റൊരാൾ 18 മണിക്കൂർ കടലിനെ നിരീക്ഷിക്കുന്നു. കാറ്റും വേലിയേറ്റവും അതുപോലെ തന്നെ മീനുണ്ടാകാനുള്ള സാധ്യതയും സ്ഥലങ്ങളും എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എന്നിട്ട് വെറും 2 മണിക്കൂർ മാത്രം കടലിൽ വല വീശും. അയാൾക്ക് വലിയ മീനുകളെ കിട്ടും. ആദ്യത്തെ ആൾ കഠിനാധ്വാനം ചെയ്തിരുന്നു, പക്ഷേ രണ്ടാമത്തെ ആളാണ് ഞാൻ ഈ പറഞ്ഞ ലെവറേജ് ഉപയോഗിച്ചത്. നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരാൾക്കൊരു മരം വെട്ടാനായിട്ടൊരു കോടാലിയും വെട്ടാനുള്ള മരവും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ വ്യക്തി ആ കോടാലിയായിരിക്കും മാക്സിമം സമയം കൂർപ്പിക്കുക. അങ്ങനെ കൂർപ്പിച്ച് വളരെ കുറച്ച് വെട്ടുകളിൽ മരം മുറിയുന്ന രീതിയിൽ കോടാലി ഷാർപ്പാക്കി കഴിഞ്ഞാൽ വളരെ കുറച്ച് വർക്ക് കൊണ്ട് തന്നെ മരം മുറിക്കാൻ പറ്റും. അതേസമയം കോടാലി കിട്ടിയ ഉടനെ മൂർച്ച നോക്കാതെ വെട്ടാൻ തുടങ്ങുന്ന ആൾ ദിവസം മുഴുവൻ വെട്ടിയാലും ആ മരം മുറിയണമെന്നില്ല. പലപ്പോഴും നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, പക്ഷേ ലോകം നമ്മളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് പലരും പരാതിപ്പെടാറുണ്ട്. അവിടെ നമ്മൾ തോറ്റുപോകുന്നത് നമ്മുടെ സംശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ലെവറേജ് അവിടെ പ്രവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് നല്ല ഐഡിയ ഉണ്ടെങ്കിലും അത് ആത്മവിശ്വാസത്തോടെ പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ബാക്കി എല്ലാ അധ്വാനവും പാഴായി പോകും. ആ ഒരു കുറവ് മാറ്റാൻ ഞാൻ ഹൗ ടു സ്പീക്ക് കോൺഫിഡൻ്റ്ലി എന്ന് പറയുന്ന ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അധ്വാനത്തിന് 10 ഇരട്ടി ഫലം നൽകാൻ സഹായിക്കുന്ന ഒരു ടൂൾ കിറ്റാണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള ലിങ്കിലോ എൻ്റെ jrstudio.com എന്ന് പറയുന്ന വെബ്സൈറ്റിലോ കയറി ഇതിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ എപ്പോഴും നിങ്ങളൊരു കാര്യം ഓർക്കുക, ഈ 80-20 റൂൾ എന്ന് പറയുന്നത് മടിയന്മാർക്കുള്ളതല്ല. അത് കടുത്ത തീരുമാനങ്ങൾ എടുത്ത് ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നവർക്കുള്ളതാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ എപ്പോഴും വലിയ മടിയും പേടിയൊക്കെ നമുക്ക് വരും. ചെറിയ ജോലികൾ ചെയ്ത് തിരക്ക് കാണിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ ലെവറേജ് നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ വളരെ വലിയ മെൻ്റൽ എഫേർട്ട് കൂടി വേണം. ബഹളങ്ങൾ നിറഞ്ഞ ഈ ലോകത്ത് വ്യക്തത ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. വെറുതെ തിരക്കുള്ളവരാകാതിരിക്കുക, പ്രധാനപ്പെട്ടവരാവുക, ലോകത്തിൻ്റെ ഈ മാത്തമാറ്റിക്സിനെ അനുകൂലമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. സോ ആസ് ആൾവേസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ബിസിനസ് ഐഡിയകൾക്കും നിങ്ങളുടെ സംശയങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ ഹാബിറ്റ് ട്രാക്കിംഗ് ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്കും ഒക്കെ തന്നെയുള്ള ലിങ്കുകൾ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുമ്പോൾ ഡിസ്ക്രിപ്ഷനും കമൻറ്റ് ബോക്സ് നോക്കാൻ ഒരിക്കലും മറക്കരുത്. ബൈ.